ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കണു. ഒരു ചെറിയ വിശേഷം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞിട്ടൊരു 4 മാസം കഴിഞ്ഞെങ്കിലും നാട്ടിൽ വന്നതിന് ശേഷം ഒരു പ്രസവരക്ഷ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ 2ാമത്തെ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രസവിച്ച് ഏകദേശം 1-2 ആഴ്ചയിൽ തന്നെ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് ഈ പ്രസവരക്ഷ. പക്ഷേ പ്രസവരക്ഷയൊന്നും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇല്ലാത്തത് കാരണം നാട്ടിൽ വന്നിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സുഖം കിട്ടുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ നാട്ടിൽ വന്ന് നമ്മൾ തിരക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തുടങ്ങിയിട്ടുണ്ട്. സമേത വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റേ വരുന്നുള്ളൂ. അപ്പം ഞാൻ 7 ദിവസത്തെ പാക്കേജ് എടുത്തിട്ടുള്ള ഡെയിലി ഇവിടുന്ന് പോയി വരും. രാവിലെ എണീക്കുക എന്നുള്ള സ്വഭാവം പറ്റ പോയിരിക്കണു. യുവി രാത്രി 1-2 തവണയൊക്കെ എണീക്കുകൊണ്ടേ പിന്നെ രാവിലെ അവൻ എണീക്കുന്നവരൊപ്പം ഞാനും കിടന്നുറങ്ങും. ആ ശീലങ്ങളൊക്കെ തിരിച്ചെടുക്കണം. അതുകൊണ്ട് രാവിലെ നീറ്റ് വന്ന് ഈ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴൊക്കെ നല്ല നട്ടപ്പൊരി വെയിലാവാറുണ്ട്. രാവിലെ എണീറ്റിട്ട് എനിക്ക് ഷടപടയെന്ന് അങ്ങോട്ട് കാര്യങ്ങളിലോട്ട് കിടക്കുന്നത് ഇപ്പം അത്ര അങ്ങോട്ടൊരു പിടുത്തം കിട്ടാറില്ല. എണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് മെല്ലെ ഇരുന്ന് നമ്മുടെ എഞ്ചിനൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം കുറച്ചൊന്ന് സ്ലോ ആക്കി എടുത്താൽ തന്നെയാണ് എനിക്ക് ആ ഡേ കുറച്ച് ബെറ്ററായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആകമൊത്തം എണീറ്റ് ഉടനെ തന്നെ ഒരു പാനിക്കായ അവസ്ഥ പോലെ ഫീൽ ചെയ്യും. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു റീസ്റ്റാർട്ട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പം അൻഷിഫ, എൻ്റെ അമ്മ, അവരൊക്കെ എണീറ്റ് ഉടനെ തന്നെ ഫുൾ ഓൺ പവറാണ്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ നമ്മളെപ്പോലത്തെ ചില ആൾക്കാർക്ക് ചെറിയൊരു റീസ്റ്റാർട്ട് ടൈം ആവശ്യമുണ്ട്. നമുക്കിന്ന് 9:45 സമയത്തിലെത്തേണ്ടത്. അവിടെ 2 മണിക്കൂറത്തെ പരിപാടിയാണ് ഏകദേശം. ചെന്ന് ഒരു ഉഴിച്ചിലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിൽ വരിക. അപ്പോൾ രാവിലെ നീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ചെയ്യാറ്. അവർക്ക് പല പാക്കേജസും ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ വിഷ്ണുവിൻ്റെ വീട് അടുത്തായത് കാരണമാണ് ഞാൻ ഇവിടുന്ന് ഡെയിലി വന്ന് പോകുന്നത്. ആകെ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യേണ്ടവർക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ഇനി അങ്ങനെയല്ല വീട്ടിൽ വന്ന് സർവീസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതും അവർ ചെയ്യും. ഞാൻ വിചാരിച്ചു ഈ എണ്ണയൊക്കെ ഇട്ടിട്ടുള്ള തിരുമ്മലും കുളിയൊക്കെ കുറച്ചും കൂടെ വീട്ടിനേക്കാളും സൗകര്യം നമുക്ക് ക്ലിനിക്കിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. അമ്മയോ അച്ഛനോ വിഷ്ണു ആരെങ്കിലും എന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് തരുകയും ചെയ്യും. രാവിലത്തെ എല്ലാവരും എണീറ്റ് അവരുടെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ അമ്മയാണ് എന്നെ ഡ്രോപ്പ് ചെയ്യണ സമയത്തേൽ. ഇതുള്ളോട്ടോ ഞാൻ മറ്റേത് കണ്ടിട്ടുണ്ട്. നമ്മള് മറ്റേ എഗ് ബീറ്റ് ചെയ്യുന്ന സാധനത്തെ ചേർത്ത്. ഇത് ആദ്യമായിട്ടാ. ഇപ്പൊ സമയം കുറച്ച് വൈകിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ രാവിലെ അതിരാവിലെ ഈ മുറ്റത്ത് നടക്കുക അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് നടക്കാൻ നല്ല രസാട്ടോ. ഈ റോഡിൻ്റെ നേരെ അപ്പുറത്ത് അമ്പലമാണ്. അപ്പോൾ രാവിലെയും സന്ധ്യാസമയത്തൊക്കെ പാട്ട് വെക്കുമല്ലോ, അതിൻ്റെ ഒപ്പം പടിഞ്ഞാറുന്നുള്ള കടലിൻ്റെ അവിടെ നിന്നുള്ള കാറ്റും കൂടെ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബാണ് ഈ ഒരു മുറ്റത്ത് നടക്കാൻ. പിന്നെ ഇതിനൊക്കെ പുറമെ കുറേ ചെടികൾ ഉണ്ടാകുമ്പോൾ രസമാണല്ലോ ഇടയിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. വലിയൊരു മാവും താഴെ ചെറിയൊരു ലോണും പിന്നെ ഇങ്ങനത്തെ കുറേ കുട്ടി കുട്ടി ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് എനിക്കിഷ്ടമുള്ളൊരു സമയമാണ് ഇവിടെ രാവിലെയും വൈകുന്നേരം കുറച്ച് നേരം നടക്കുക എന്നുള്ളത്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവും പഴവും മുട്ടയാണ്. ഉപ്മാവ് എന്ന് പറയുമ്പോൾ റവ ഉപ്മാവ് തന്നെയാണ്, പക്ഷെ അത് നുറുക്ക് റവ എന്നാണ് അമ്മ പറയുന്നുണ്ടായിരുന്നത്. എല്ലാ വെജിറ്റബിൾസും ഇട്ട് വലിയൊരു ഉരുളിയിൽ എല്ലാവർക്കും ഉള്ള ഉപ്മാവൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉപ്മാവിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ അമ്മ പറയായിരുന്നു, വീഡിയോ എടുക്കാൻ മാത്രമൊക്കെ ഉപ്മാവ് ഉണ്ടോന്ന്. ഞങ്ങൾക്കൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഉപ്മാവ് രാവിലെ മറ്റേ വിഷ്ണു പറയണ ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എക്സൈറ്റഡ് ആവും. ചുമ്മാട്ടോ, ഞങ്ങൾ മറ്റേ മൺഡേ ടു ഫ്രൈഡേ രാവിലെ അധികം സ്മൂതി അല്ലെങ്കിൽ അവക്കാഡോ ടോസ്റ്റ് ഒക്കെ അല്ലേ ഉണ്ടാക്കാറ്. പക്ഷെ ഇപ്പൊ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് അവക്കാഡോ. അന്ന് രാവിലെ അമ്മ പറയുന്നു അവക്കാഡോ അത്ര ടേസ്റ്റ് ഇല്ലാത്ത ഇതാന്ന് അമ്മ ഇവിടെ കമന്റ് വായിച്ചു എന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നും. അതിൽ കുറച്ച് ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടാല് ഭയങ്കര ഇഷ്ടം അവക്കാഡോ. അതുകൊണ്ടുള്ള സാലഡ്സ് നല്ലതാണ്. കുറച്ചൊരു പഴയ ചുരിദാർ വേണം, കാരണം ഇന്നിട്ട് വരുമ്പോഴും അതിൽ മഞ്ഞളാ. അപ്പോൾ അമ്മയുടെ ഒരു പഴയ ചുരിദാർ നമുക്ക് എടുക്കാം, കേട് വന്നാൽ പ്രശ്നമില്ലാത്തത്. അമ്മേ മുന്നത്തെ പോലെയല്ല, എല്ലാം കൂടെ കൊള്ളുന്നില്ല. അതുകൊണ്ട് അമ്മേനെ തന്നെ വിളിച്ചു വരുത്തി അമ്മയ്ക്ക് ലൂസായി ഒന്ന് എടുത്ത് തരാൻ. 3-4 ഡ്രസ്സ് ട്രൈ ചെയ്തിട്ടാണ് നമ്മുടെ ഇത് പാകമുള്ളൊന്ന് കിട്ടിയത്. യുവി നല്ല ഉറക്കമായിട്ടുണ്ട്, പക്ഷെ ഇത് പൂച്ചുറക്കാട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉറങ്ങാൻ എണീക്കുക, അതാണ് ഇപ്പോൾ ഡേ ടൈമിൽ ഉറക്കം. വിഷ്ണുവിനും അച്ഛനും ഒരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്, പുതിയ ഡ്രൈവറെ അപ്പോയിന്റ് ചെയ്തു. അതെ, അതുകൊണ്ട് ഞാൻ പുതിയ ഡ്രൈവറെ ഹയർ ചെയ്തു. അപ്പോൾ അമ്മ എന്നെ ഡ്രോപ്പ് ചെയ്ത് ഇവിടുന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ വർക്കിംഗ് ഡേ ആണ്. ഓ ശരിയാണ്, ഞാൻ മെസ്സേജ് അയക്കാൻ തരും. കൂടെ വന്നിട്ട്
ബീച്ചിലൊന്നും ഞാൻ വന്നിട്ടില്ല, അറിയോ? നല്ല ഉത്തരവാദിത്വമുണ്ട്. ഞാൻ കൊണ്ടുവന്നു മുന്നേ ഒരു തവണ കല്യാണം കഴിഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ അങ്ങനെ അല്ല, ഞാൻ വന്നിട്ടേ ഇല്ല. ഞാൻ വിഷുവിന്റെ അടുത്ത് പറയുന്നത് ഇല്ല. വൈകുന്നേരം പോവാ. പോവായാലും ഞാനും പറയുന്നത് കൊണ്ടുപോകാം. ആ സ്ലിങ് കിട്ടിയാന്നായിരുന്നു, കാണാല്ലേ എവിടെയാണ്? അതാണ് അത് ഇന്നലെ വിളിച്ച് ചോദിച്ചില്ല. ഇന്നലെ അമ്മ അടുത്ത് ചോദിച്ചപ്പോ ഇന്നലെ അവിടെ കൺഫ്യൂഷൻ ആയില്ലേ, നോക്കിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇവനെ കൊണ്ടുവെക്കണ ബേബി കാരിയർ എല്ലാരും ചോദിച്ചു കാണാല്ല. ഇന്നലെ കുളിക്കുക എന്നുള്ള മടിയുള്ളൊരു കാര്യമായിരുന്നു. അതിനൊരു സൊല്യൂഷൻ ആയിട്ടുണ്ട്. ഉള്ളോട്ട് കയറില്ല. ഇല്ല ഞാൻ പോയിട്ട് കുളിച്ചിട്ട് എണ്ണയൊക്കെ കുഴമ്പൊക്കെ ഇട്ടിട്ട് വരാം. ഇനി തിരിച്ച് വീട്ടിൽ പോവും. പിക്ക് ചെയ്യാൻ ഇഷ്ടമായിട്ട് വരുമായിരിക്കും. അധിക ദൂരമില്ല, പക്ഷെ 12 കിലോമീറ്റർ ഉള്ളെങ്കിലും ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ. ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂം. ഇവിടെ 7 ദിവസം, 10 ദിവസം, 14 ദിവസം, 21 ദിവസം അങ്ങനെയാണ് പ്രസവരക്ഷ വരുന്നത് കേട്ടോ. ഞാൻ 7 ദിവസമാണ് എടുത്തത്. കാരണം സമയത്തിൻ്റെ പരിമിതി കാരണമാണ്. 7 ദിവസമാണ് അടുപ്പിച്ച് നിന്ന് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ 7 ദിവസം എന്ന് മാത്രമല്ല, നമ്മളത് കഴിഞ്ഞു കഴിഞ്ഞാലും നല്ലിരിക്കുക എന്ന് പറയില്ലേ, നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ഒരു 4-5 ദിവസമെങ്കിലും ഇരിക്കണമല്ലോ. 7 ദിവസം തന്നെ ഇരിക്കണം എന്നാണ് പറയുക. പക്ഷെ ഇപ്പോൾ ഒരു 4-5 ദിവസമെങ്കിലും അങ്ങനെ ഇരുന്നാലാണ് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാ ബെനിഫിറ്റ്സും കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 7 എന്നുള്ള നമ്പറിലോട്ട് എത്തുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ പറയുന്ന പോലെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു 10 മിനിറ്റ് നല്ലൊരു ഹെഡ് മസാജാണ് കേട്ടോ. ഹെഡും നെക്കും ഷോൾഡറും വരും. പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു ഷോൾഡർ പെയിൻ ഉള്ളത് കാരണം ഒരു പെയിൻ റിലീഫ് ഓയിലൊക്കെ ഇട്ടിട്ട് നല്ല സുഖമാണ് കേട്ടോ ഒരു മസാജ് കഴിയുമ്പോൾ. അനുഷയും വർഷയാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ 101% സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇവർ രണ്ടുപേരും ഒരു ഫുൾ ബോഡി മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഡെയിലി ഒരു 2 മണിക്കൂറൊക്കെ മാറ്റി വെക്കുന്ന ഒരു പരിപാടി ആകുമ്പോഴേ നമുക്ക് ഡെയിലി ഇങ്ങോട്ട് വരാനുള്ളൊരു ഫീലും ഇവിടുത്തെ ഒരു കംഫർട്ട് ലെവലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഇവരോടൊപ്പം ഒരു സെഷനൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ എനിക്ക് എൻ്റെ ബോഡി മൈൻഡും ഒരേപോലെ റിഫ്രഷ്ഡ് ആയിട്ട് തോന്നാറുണ്ട്. നല്ലൊരു സെഷനാണ് ഇത്രയും ദിവസം എനിക്ക് കഴിഞ്ഞാൽ കേട്ടോ. ഈ ഒരു ഹെയർ മസാജിന് ശേഷം നമ്മളൊരു ഹെയർ പാക്ക് ഇടും. പക്ഷേ എനിക്ക് സൈനസിൻ്റെ ഇഷ്യൂവും നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കാരണം ഹെയർ പാക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. അതിനുശേഷം നല്ലൊരു ഓയിലൊക്കെ ഉപയോഗിച്ച് നല്ലൊരു മസാജും പിന്നെ ഒരു ബോഡി പാക്കൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റ്സിന് ശേഷം നല്ല ചൂട് വെള്ളത്തിലൊരു കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഫീലിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളതുപോലെ ഫീൽ ചെയ്യും. ഇനി രാസ്നാദിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് അടുത്ത കാര്യങ്ങൾ. ഞാൻ ചെറിയ കുട്ടി വന്ന സമയത്ത് രാസ്നാദിപ്പൊടി സ്ഥിരമായിട്ട് ഉപയോഗിക്കായിരുന്നു നീരിറക്കത്തിൻ്റെ പ്രശ്നം കാരണം. പിന്നെ എവിടേക്കൊക്കെ വെച്ച് അത് നിന്നുപോയി. ഇതിന് ശേഷം വരുന്നതാണ് ധൂമപാനം. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ധൂമപാനം. സൈനസിൻ്റെ ഇഷ്യൂ ഉള്ളത് കാരണം നന്നായിട്ട് ഈ ഒരു ധൂമപാനം കഴിയുമ്പോഴേക്കും നല്ല ഓപ്പണപ്പായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ മുടിയൊക്കെ ഉണക്കി കണ്ണൊക്കെ എഴുതി ലിപ് ബാം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെഷൻ തീരും കേട്ടോ. ഇന്നിപ്പോൾ എൻ്റെ 3ാമത്തെ ദിവസമാണ്. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ഒരു റിയൽ ഹെൽത്ത് ബെനിഫിറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ 7 ദിവസം കണ്ടിന്യൂസ് ആയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് 7 ദിവസം നല്ലരിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് 2 മണിക്കൂർ രാവിലെ കഴിയുമ്പോഴൊക്കെ എനിക്ക് മൈൻഡ് ഭയങ്കര റിഫ്രഷ് ആയിട്ടുള്ളതുപോലെ ഫീൽ ചെയ്യും കേട്ടോ. രാവിലെ തന്നെ നല്ല ചൂടുവെള്ളത്തിലുള്ള കുളിയും ഒരു ബോഡി മസാജൊക്കെ കഴിയുമ്പോൾ ഒരു സുഖമുണ്ട് ശരീരത്തിന്. സമേതയുടെ ലിപ് ബാം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ലിപ് ബാമാണ്. കുറേ ഗെറ്റിംഗ് റെഡി വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവരുടെ സൈഡിൽ സമേതയുടെ ഈ ഒരു കുട്ടി ലിപ് ബാം ഇരിക്കുന്നത്. നല്ല പ്രൊഡക്റ്റാണ്, നല്ല ചേഞ്ചും ലിപ്പിന് കൊണ്ടുവരുന്നുണ്ട്. ശരി കേട്ടോ. നല്ലൊരു അടിപൊളി ചുക്ക് കാപ്പിയും കൂടെ തരും കേട്ടോ അവർ. ഞാനത് കുടിക്കുന്നതിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ലൊരു സുഖമാണ് ഈ ഒരു ചൂടുവെള്ളത്തിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചുക്ക് കാപ്പി കുടിക്കുമ്പോൾ ഒന്നും കൂടെ ഭയങ്കര ഇങ്ങനെ റിഫ്രഷ്ഡ് ആയതുപോലത്തെ ഒരു ഫീലാണ്. ഞാനിവിടെ ഫസ്റ്റ് ഡേ വന്നിട്ടേ ഈ പറഞ്ഞതുപോലെ ബോഡി മസാജ് ഉണ്ടായിരിക്കും, ബോഡി സ്ക്രബ് ഉണ്ടായിരിക്കും, ഹെയർ മസാജ്, ഹെയർ മസാജ്, ഹെയർ മാസ്ക്, പിന്നെ ഫേസിലൊരു ഓയിൽ മസാജ്, ഫേസ് പാക്ക്, ഇതെല്ലാം ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനടുത്ത് വരുന്ന പരിപാടി അതെല്ലാം കൂടെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ വല്ല ബോധം പോണതുപോലെ കിടന്നുറങ്ങണ്ടായിരുന്നു. ഭയങ്കര ഒരു സുഖമായിരുന്നു കേട്ടോ ശരീരത്തിന്. അപ്പം ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയായിരുന്നു അടുത്തൊരു ഡെലിവറി നമുക്ക് പ്ലാനില്ല, പക്ഷേ മനുഷ്യനാണല്ലോ പുള്ള, എപ്പോഴാണ് നമ്മുടെയൊക്കെ എന്താ പറയുക താല്പര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറുകയെന്ന് അറിയില്ല. അങ്ങനെ മാറി നമുക്കൊരു ഡെലിവറി പ്ലാൻ വരികയാണെങ്കിൽ ഞാൻ നാട്ടിൽ നിന്നാണ് എന്തായാലും പ്രസവിക്കുള്ളൂ. കാരണം ചുമ്മാ അങ്ങോട്ട് പ്രസവിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒപ്പം നമ്മളൊരു ബൈസ്റ്റാൻഡർ വെക്കണം. ബൈസ്റ്റാൻഡർക്കും സുഖമാണ്, കാരണം എല്ലാ നേരത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആ ഒരു പാക്കേജിൽ വരും. പിന്നെ ഈ പറയുന്ന പോലെ കുട്ടിയുടെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പിന്നെ നമ്മുടെ ഫുൾ ഒരു ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ ഈ സുഖചികിത്സാ പരിപാടി എല്ലാം ചെയ്ത് പ്രസവരക്ഷാ പരിപാടി എല്ലാം ചെയ്ത് സുഖമായി കിടന്നുറങ്ങുകയാണ്. ഒരു 14 ദിവസം കഴിയുമ്പോഴേ ബോഡി ശരിക്കും നല്ല ഒരു സുഖം കിട്ടും തോന്നുന്നു എനിക്ക്.
എനിക്കിപ്പോൾ ഇവിടെ വന്നു പോയിട്ട് തന്നെ നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. വിഷ്ണു നല്ല ഗുഡ് ബോയ് ആയിട്ട് തന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. വിളിച്ചിട്ടെടുത്തില്ല എന്നല്ല, ഞാൻ അച്ഛനായിട്ട് ഫോണിലായിരുന്നു. നല്ല പോസിറ്റീവ് റെസ്പോൺസാണ്. വെയിലിക്ക് ചെറിയൊരു സുഖക്കുറവുണ്ടായിരുന്നു. എന്താന്നുള്ളത് ശരിയായിട്ട് ഞാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമില്ല. അപ്പോൾ കുഴപ്പമില്ല, കാര്യങ്ങളൊന്നും ബെറ്ററായിട്ട് വരും തന്നെ വിചാരിക്കണം. അപ്പോൾ അതിനുവേണ്ടി അച്ഛൻ അവളെയും കൂട്ടിയിട്ട് കൊച്ചി പോയിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ചെയ്യും അവിടെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത്. പക്ഷെ ഒന്ന് ഡോക്ടർ എക്സാമിൻ ചെയ്തിട്ട് പോസിറ്റീവാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയാം കേട്ടോ. കാരണം ഇന്നലെ അത് സംഭവിച്ചത്. ഇന്നത്തേക്ക് അത് പറയുമ്പോഴേക്കൊരു മനസ്സിനൊരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ അത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടത് പറയുമ്പോൾ. അപ്പോൾ നാളെ പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോവുകയാണ്. വിഷ്ണുവിൻ്റെ രാവിലെ ടെസ്റ്റ് ഡ്രൈവിന് വന്നില്ല. കിയയുടെ തന്നെയോ? ഓക്കെ, അച്ഛൻ്റെ വീട്ടിൽ ചെറുതായിട്ട് വണ്ടി മാറ്റാൻ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ സ്വിഫ്റ്റ് ആണല്ലോ, അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു XUV ടൈപ്പ് വണ്ടി എടുക്കാൻ ഒരു പ്ലാൻ. അച്ഛൻ ഇത്തവണ ഞാനും വിഷ്ണു 2 തവണ വന്നു. നമ്മൾ ആ ഡെലിവറിയുടെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നു ഡെലിവറി കഴിഞ്ഞതുകൊണ്ട്. പിന്നെ അതിനിടയിൽ വിധു വന്നു. അങ്ങനെ കുറച്ച് തവണ വന്നപ്പോഴേ അച്ഛന് സ്വിഫ്റ്റിൽ വരാൻ പറ്റാതെ ലഗേജ് കൊള്ളാൻ ടിന്നോ വിളിക്കേണ്ട പ്രശ്നം വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വണ്ടി അങ്ങോട്ട് മാറ്റാന്ന് വിചാരിച്ചു അല്ലേ. അപ്പൊ അത് അല്ല, അവര് കൊറേ ആയി. വിധുവിന്റെ എൻഗേജ്മെന്റ് സമയത്ത് വാങ്ങിയതായി വണ്ടി. എനിക്ക് 7 കൊല്ലം ഉണ്ടാവും അല്ലേ? 7 കൊല്ലം ഉണ്ട്. 2017 വാങ്ങിയ വണ്ടിയാണ്. കുറച്ച് അധികം കാലമില്ല. അപ്പൊ എന്തായാലും മൊത്തത്തിൽ വണ്ടി മാറ്റാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ അവര് SUV എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്താണ് യുവിയുടെ അവസ്ഥ? അവന് ക്യാരറ്റ് കൊടുത്തു. നമ്മള് ഒരാഴ്ച ഒരു വെജിറ്റബിൾ കൊടുക്കാനാ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വെജിറ്റബിൾ കൊടുത്തു, 1 സ്പൂൺ വെച്ചിട്ട് കേട്ടോ. പിന്നെ ഈ ആഴ്ച ആപ്പിൾ കൊടുത്തു. ആപ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാ ആദ്യം പറഞ്ഞത്. പിന്നെ ആപ്പിൾ കുറച്ച് പുളിയൊക്കെ കുറച്ചും കൂടി ഒരു അസിഡിക് ബേസ് ഉള്ള സാധനമാണല്ലോ, കുറച്ച് ആൽക്കലൈൻ ഉള്ളത് തുടങ്ങാന്ന് വിചാരിച്ചാണ് ക്യാരറ്റ് തുടങ്ങി. ഇന്നലെ 2 തവണ ചെറിയ വയറിനൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വീണ്ടും നമ്മൾ തിരിച്ച് ക്യാരറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. അടുത്ത ആഴ്ച നമുക്ക് അവക്കാഡോ കൊടുക്കാം. എന്താണ് മൂളിപ്പാട്ടൊക്കെ? ചെറിയൊരു മഴ വരുന്ന പോലെ ഉണ്ട്. ഇവന്റെ ചോറൂണ് നമ്മൾ തീരുമാനിച്ചു കേട്ടോ. ഇവന്റെ ചോറൂണ് നമ്മൾ അടുത്ത ആഴ്ച കൊടുക്കാന്ന് വിചാരിക്കണം. 5 മാസം തുടങ്ങിയാലാണല്ലോ നമ്മൾ ചോറ് കൊടുക്കുക. അപ്പൊ 5 മാസം തുടങ്ങുമ്പോൾ തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു. കാരണം അടുത്ത ആഴ്ച നമുക്ക് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ചോറ് കൊടുത്തിട്ടാണ് നമ്മൾ പോണത്. പിന്നെ രാത്രിയൊക്കെ നല്ല നമ്മൾ ചോറും മുട്ടയൊക്കെ കൊടുത്ത് അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് വൈകുന്നേരം കിടത്തി ഓർക്കും. പുറത്ത് മാത്രമേ നടക്കുള്ളൂ എന്ന് ഇവര് ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട് വരും. ഹേ ചിമിട്ടൻ, ചിമിട്ടനിപ്പോ പുറത്തേ നടക്കാൻ പറ്റുള്ളൂ. ഇത്ര നല്ല അടിപൊളി കാഴ്ചകളൊക്കെ പുറത്തുള്ളപ്പോൾ ആരെങ്കിലും അകത്തിരിക്കുമെന്നാണ് അല്ലേ ലുവി? ലുവി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുക. നമ്മൾ സമയതയില് ഇവനെയും കൂടെ കുളിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 3 months വരെയാണ് സാധാരണ അങ്ങനെ കുളിപ്പിക്കുക, അതിൻ്റെ ആവശ്യമില്ലാന്ന്. അപ്പോൾ എനിക്ക് മാത്രമാണ് സമയതയിൽ നീണ്ട കുളിയും സുഖചികിത്സയും പ്രസവരക്ഷയൊക്കെ ഉള്ളൂ. നിനക്ക് ജനനരക്ഷയൊന്നും ഇല്ലല്ലോ? ഇല്ലടാ, ജനനരക്ഷ. ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിലിക്കൺ സ്പൂണാട്ടോ. അപ്പോൾ വായയിൽ നമുക്ക് മുറിയൊന്നുമില്ല. എൻ്റെ ഭയങ്കര സോഫ്റ്റാണ്. കൊടുത്താലോ? ഒരു ഗ്ലാസ് സംഭാരമൊക്കെ കുടിച്ച് എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ മോള് പോയി ചെയ്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. ഞാൻ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേ ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ റെസ്റ്റ് എടുത്താൽ മതിയല്ലോ എന്ന്. അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എപ്പോഴും ഉറങ്ങിപ്പോയി. ഉറക്കം പറഞ്ഞാണ്ടല്ലോ 3 മണിക്കൂറൊക്കെ ബോധം പോയതുപോലെ ഉറക്കം. എണീറ്റ് കഴിഞ്ഞ് പഠിച്ചു കിടക്കണ കുട്ടി ഏതാന്നൊക്കെ അത്ര പോലും ഐഡിയ കിട്ടാത്ത രീതിയിൽ ഉറങ്ങിപ്പോയി. ബോഡി ഫുൾ അങ്ങോട്ട് ഉഴിഞ്ഞൊരു സുഖമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഉറക്കാണ് തോന്നുന്നു. അപ്പം അതിന് ശേഷം ഞാൻ എന്തായാലും ഉഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും കിടന്നു ഉറങ്ങാറുണ്ട്. നല്ല സുഖമുള്ള ഒരു ഉറക്കാട്ടോ അത്. അപ്പം ഇനി വിഷ്ണു ടെസ്റ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് വരും. ഇന്ന് ജോലിയുണ്ട്, വെക്കേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിഷ്ണുവിന് ഇവിടുത്തെ സമയം 1:30 ആകുമ്പോഴാണ് ജോലിക്ക് കയറുക. അവിടെ ഒരു 9 മണി വരെ, ഇവിടുത്തെ സമയം ഒരു 9-9:30 വരെ ഉണ്ട് ജോലി. അപ്പോൾ അവിടെ ഒരു 5 മണിയൊക്കെ ആവുമല്ലോ. അങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ഒരു ഡേ. നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ റേഞ്ചിലുള്ള എല്ലാ വണ്ടികളും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി വിഷ്ണുവിന് ഒരു മെയിൽ അയച്ചാൽ മതി വണ്ടി റിലേറ്റഡ് ആയിട്ട്. ഇനി അമ്മ നഷ്ടപ്പെട്ടിട്ടില്ല, സംഭാരം കുടിക്കാം. ഒന്ന് ഇരിക്കാൻ പറ്റില്ല ഒരു നേരം. കാര്യമായി ക്രേറ്റേനെ പറ്റി ഡിസ്കസ് ചെയ്യട്ടെ. ഞാൻ അച്ഛാ ഒരു സൈഡ് വരും. ഞാൻ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കാണിച്ചു തരാം കേട്ടോ. അമ്മക്ക് ഇൻട്രസ്റ്റ് ഇതൊക്കെയാണ്. കണ്ടോ കൊണ്ടാട്ടമുളക് നല്ല തൈരിൽ
ഇതാക്കിയിട്ട് മുളക് ഉണക്കാട്ടിക്കുക. ഇത് നമ്മുടെ സാധാ മുളക്, ഇത് കാന്താരി മുളക്. ഇതെന്തിനാ അമ്മ വേറെ ഇട്ടിക്കണമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഇത്രയും പരിവായി കഴിഞ്ഞാൽ ആ ഒരു പച്ചപ്പോട് കൂടെ വയലുള്ള വരും കടിച്ച് തിന്നാൻ വേണ്ടി നല്ല രസം കേട്ടോ. മുന്നേ വട്ടംകുളത്തൊക്കെ ഉള്ള സമയത്തായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എരുട് കേട്ടോ സ്ഥലത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും കൂടെ എയർപോർട്ടിൽ വരികയാണെങ്കിൽ സോണത്തിൽ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. കാരണം ഇതിന്റെ ഒരു കാർ സീറ്റ് രണ്ടുപേരും കൂടി ഇരുന്നാല് കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ അകത്ത് കാർ സീറ്റ് രണ്ടുപേരും ഇരുന്നാലും അത്യാവശ്യം സ്ഥലം തന്നെ ഉണ്ടാവും. പക്ഷെ അത് വർഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് 1, 2, 3, 4, 5 വർഷം. എത്രത്തോളം കാര്യം. അപ്പൊ അതിന് കൂടി വിനോദം കൊടുക്കാനും വലിയ വിഷ്ണു ഭയങ്കര റീസണബിൾ ആയിട്ട് കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് എല്ലാവരും പറയാറുണ്ട്. അത് സത്യമാണ്. അപ്പോൾ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോനറ്റ് വേണോ അതോ ക്രേറ്റ വേണോ എന്നുള്ളത്. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം, അതിൻ്റെയൊക്കെ ഒരു ക്ലാസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ കണ്ടോ ഫ്ലോറിലും സ്റ്റുഡൻസ് താഴെ നിന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. മെഡിക്കേഷൻ ഇല്ലാത്തത് കാരണം അങ്ങനെ വലിയ പക്തിയൊന്നുമില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ചികിത്സയിൽ. ഞാൻ വിചാരിച്ചായിരുന്നു ഇനി അതും കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് വേണ്ട ഭക്ഷണം എല്ലാം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന്. പക്ഷെ അങ്ങനെയില്ല. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ കാന്താരി വിനീഗറിലിട്ടതാട്ടോ. അതിൽ കാന്താരിയും വെളുത്തുള്ളിയും അതേപോലെ നാരങ്ങയും ഇടും. നല്ല ടേസ്റ്റാണേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ചോറുണ്ട്, മോരുകറി, ചേനപ്പേരി, പിന്നെ മീൻ വറുത്തതുണ്ട്, കൊണ്ടാട്ടം, അച്ചാറ്, അങ്ങനെയൊക്കെ. മധുരം കഴിക്കാതെ മലക്കം പറഞ്ഞാൽ മധുരിക്കും ഓർമ്മകൾ മാഞ്ഞു പോകും. പിന്നെ മാഞ്ഞു പോകണ്ട, ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പാലൊക്കെ കുടിച്ചു. അരി വൈറ്റമിൻ ഡി കൊടുക്കാം. മറന്നുപോയി രാവിലെ കൊടുക്കാൻ. സാധാരണ രാവിലെകളാണ് നമ്മുടെ വൈറ്റമിൻ ഡിയുടെ സമയം. എന്ത് താന ഭോജനമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ചേരം മുറ്റത്തൊന്നും നടക്കാം കേട്ടോ. നല്ല നട്ടപ്പൊരി വെയിലാണ്, പക്ഷെ എന്നാലും ചെറിയ കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ ബീച്ച് വരുന്നത്, അപ്പോൾ ഇവിടെ നല്ല തണുത്ത കാറ്റ് വരും എപ്പോഴാണെങ്കിലും. അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിലും മുറ്റത്ത് നടക്കാനൊരു ചെറിയ രസമൊക്കെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ 1-2 വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 1 അല്ല 2-3 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. യുവി അണ്ടർ വെയിറ്റ് ആണ്, യുവി ഭയങ്കര മെലിഞ്ഞിട്ടാണല്ലോ, ഇവിടെ വെയിറ്റ് ഒന്ന് നോക്കൂ, ഒന്ന് പ്രോപ്പർ എക്സാമിന് എടുക്കും, അവൻ മെലിഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ യുവീനെ ജനിച്ച ദിവസം തൊട്ടിട്ട് നമ്മൾ പ്രോപ്പർ എക്സാമിൻ ചെയ്യുന്ന ഒരു കുട്ടി തന്നെയാണ്. അല്ലാതെ നമ്മൾ തീരെ ഒരു മെഡിക്കൽ കെയറോ മെഡിക്കൽ ഹെൽപ്പോ എടുക്കാത്ത ഒരു ഫാമിലി അല്ല, അങ്ങനത്തെ ഒരു കുട്ടിയല്ല. നമ്മൾ ജനിച്ചിട്ട് ഏകദേശം ഒരാഴ്ച അവൻ ഹോസ്പിറ്റലായിരുന്നല്ലോ ഗ്ലൂക്കോസ് കുറവ് കാരണം. അന്ന് തൊട്ടേ അവൻ്റെ വെയിറ്റും ഹൈറ്റും ബാക്കി എല്ലാ റെസ്പോൺസസും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ആയിരുന്ന സമയത്ത് എല്ലാ 4 ആഴ്ച കൂടുമ്പോഴും അവനൊരു ഗ്രോത്ത് ടെസ്റ്റ് ഉണ്ട്. ഞാൻ പറയാറില്ലേ GGD എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോകുന്നുണ്ട് എന്ന്. അപ്പോൾ ആ ഗ്രോത്ത് ടെസ്റ്റിൽ ഈ പറയുന്ന പോലെ അവൻ്റെ ഹൈറ്റ്, വെയിറ്റ്, ഓരോരോ ഏജിന് വേണ്ട റെസ്പോൺസും കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് അവൻ്റെ ഗ്രാഫ് മുകളിലോട്ട് തന്നെയാണ് പോണത്. നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അവൻ്റെ ബോഡിയിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഒക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ വന്ന് ഇപ്പോൾ ഒരു 3 വീക്സ് കഴിഞ്ഞപ്പോഴും നമ്മളിവിടെ മിംസിൽ കഴിഞ്ഞ ദിവസം പീഡിയാട്രീഷനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവന് TBയുടെ വാക്സിൻ എടുക്കണമായിരുന്നു. അപ്പോൾ അവൻ്റെ വെയിറ്റും ഹൈറ്റും കാര്യങ്ങളും എല്ലാം മെഷർ ചെയ്തു. പിന്നെ അവിടെ നിന്നുള്ള റെക്കോർഡ്സ് നമ്മൾ കൊടുന്ന് അത് വെച്ചിട്ട് അവൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് പോണത്, ബർത്ത് വെയിറ്റ് എത്രയാണെന്നുള്ള ഡിസ്കഷനൊക്കെ ഡോക്ടറായിട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ അവൻ അണ്ടർ വെയിറ്റ് ഒന്നുമല്ല, അവൻ്റെ പ്രായത്തിന് വേണ്ട വെയിറ്റ്, മുടി കൊഴിച്ചിലുണ്ടോ, അവൻ്റെ പ്രായത്തിന് വേണ്ട വെയിറ്റ് അവനുണ്ട്. പിന്നെ ഈ ഹൈറ്റ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും സ്കിൻ കളർ ആണെങ്കിലും ഒക്കെ നമുക്കൊരു പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ മെലിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. എന്നെ കാണുമ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കുമായിരുന്നു അമ്മയും അച്ഛനൊന്നും കഴിക്കാൻ തരുന്നില്ലേ എന്നൊക്കെ. ആ ചോദ്യം എന്ത് ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അമ്മയും അച്ഛനും എനിക്ക് കഴിക്കാൻ തരാതെ അവർ കഴിക്കുമോ? അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര മെലിഞ്ഞിരിക്കുന്നുണ്ട്. സ്കൂളിൽ നിന്നല്ല, ഫാമിലിയുടെ കുറച്ച് ദൂരെയുള്ള ഡിസ്റ്റന്റ് റിലേറ്റീവ്സിൻ്റെ എന്നൊക്കെ അത്യാവശ്യം ബോഡി ഷെയ്മിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര മെലിഞ്ഞാണല്ലോ ഇരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര സ്ട്രെസ്സൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ശരീരപ്രകൃതിയാണ് എനിക്കുള്ളത്. എൻ്റെ അച്ഛൻ ഭയങ്കര മെലിഞ്ഞ ഒരാളായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും അച്ഛനൊന്ന് തടിച്ചു തുടങ്ങിയത്. ഇനിയിപ്പോൾ രോഹിത്തിനെ നോക്കുകയാണെങ്കിൽ രോഹിത്ത് മെലിഞ്ഞ ഒരാളാണ്. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഫാമിലി പോലെയാണ് എൻ്റെ ശരീരപ്രകൃതി. അതിൽ നമ്മൾ മെലിഞ്ഞ ആൾക്കാരാണ്. മെലിഞ്ഞ ആൾക്കാർക്ക് തടിക്കണം, തടിച്ച ആൾക്കാർക്ക് മെലിയണം. അതൊക്കെയാണല്ലോ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഒരു മാറ്റം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ യുവി എൻ്റെ മകനാണല്ലോ, അതിൻ്റെ മെലിഞ്ഞ ശരീരപ്രകൃതി അവനുണ്ടാവുമായിരിക്കും.
ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഏജിലും അണ്ടർ വെയിറ്റ് ആയിരുന്നു. കല്യാണം ഉറപ്പിച്ച സമയത്ത് ഞാൻ ഭയങ്കര മെലിഞ്ഞിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയമാണെന്നുണ്ടെങ്കിലും എനിക്ക് അപ്പം 56 കിലോ ഒക്കെ ഉണ്ടായിരുന്നു. തടിച്ചു കഴിഞ്ഞപ്പോഴും 4 കിലോ കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി ബോഡി വെയിറ്റ് ഉള്ള ഒരു ശരീരപ്രകൃതിയാണ് എൻ്റെയൊക്കെ. അതേപോലെ തന്നെയാണ് അവനും വെയിറ്റ് ഒന്നും കുറവില്ല. പിന്നെ വിഷ്ണു ആണെങ്കിലും ചെറുപ്പത്തിൽ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് ശരീരപ്രകൃതി കാരണം മെലിഞ്ഞിരിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും. കാരണം എൻ്റെ വിഷ്ണുവിൻ്റെ മകനാവുമ്പോൾ വേറൊരാളുടെ തടിച്ച് ഉണ്ടപ്പനായിട്ടുള്ള ഒരു കുട്ടിയാവില്ലല്ലോ, നമ്മുടെ പോലത്തെ ഒരു കുട്ടിയായിരിക്കും. അതുകൊണ്ട് അവന് കുറച്ച് മെലിഞ്ഞ ശരീരപ്രകൃതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റെസ്പോൺസസും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന പോലെ ഓരോരോ ഏജിന് വേണ്ട റെസ്പോൺസസ് ഇല്ലേ എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് കീനായി ഒബ്സർവ് ചെയ്യുന്ന പേരൻസ് തന്നെയാണ്. ആ കാര്യങ്ങളെല്ലാം അവന് നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ 2 കമൻറ്റ് വന്ന സ്ഥിതിക്ക് ഇതൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇങ്ങനത്തെ കമൻസ് പല ആൾക്കാരും നമ്മുടെ പിള്ളേരെ കാണുമ്പോൾ പല ആൾക്കാരും പറയാൻ സാധ്യതയുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ പേരൻസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ടെൻഷനും വെറിയും തടിയില്ലേ, മെലിഞ്ഞിട്ടാണോ, തടിച്ചിട്ടാണോ, മെലിഞ്ഞിട്ടാണോ, ഹൈറ്റ് ഇല്ലേ, ഹൈറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊരു ടെൻഷൻ അടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മൾ പേരൻസ് ആണല്ലോ, നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ആൾക്കാരാണ് നമ്മുടെ മക്കൾ. അപ്പോൾ ഇങ്ങനത്തെ കമൻസ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സും മെഡിക്കൽ കാര്യങ്ങളും മാത്രമായിട്ട് അതിനെ നേരിടുക. വേറെ ആൾക്കാർ പറയുന്നതൊന്നും അങ്ങനെ മനസ്സിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി മെലിഞ്ഞ കുട്ടി തടിച്ച അതും പറയും, തടിച്ച കുട്ടി മെലിഞ്ഞ അതും പറയും. അതിലൊന്നും വലിയ കാര്യമില്ല. എൻ്റെ നഖം കണ്ടോ നിങ്ങൾ? കണ്ടോ? എൻ്റെ കുളി ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നതിലാണ്. മേല് ഫുള്ള് ഒരു ബോഡി പാക്ക് ഒക്കെ ഇട്ടിട്ടാണ് കുളി. അപ്പോൾ അതിൽ നല്ല മഞ്ഞൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ ഫുള്ള് എൻ്റെ കയ്യിലെയും കാലിലെയും നഖമാണ് വലിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ പോയി കുറച്ച് നേരം നേരത്തെ പറഞ്ഞ കുറച്ച് വോയിസ് ഓവർ പരിപാടി ബാക്കിയുണ്ട്. അത് തീർത്തിട്ട് നമുക്കൊരു 1 മണിക്കൂർ യുവിനെയും കെട്ടിപ്പിടിച്ച് സുഖമായി കിടന്നു. ബാൽക്കണി ഇവിടെ ഉണ്ടാക്കണോ വേണ്ടത് ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വിഷ്ണു നിർബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബാൽക്കണി ആയിരുന്നു അല്ലേ? താൻ നിർബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബാൽക്കണി ആയിരുന്നല്ലേ? അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇസ്ത്രിപ്പെട്ട എടുത്തിരുന്നിട്ട് നല്ല ചൂടായിട്ട് ജോലി എടുക്കുന്നുണ്ട് അല്ലേ? ഞാൻ ഇവനെ ഉറക്കിയിട്ട് കുറച്ചു നേരം ഞങ്ങൾ 2 പേരും കൂടെ പോയി കിടന്ന് സുഖമായി ഉറങ്ങി. ഇപ്പോൾ ഒരാൾ ഒപ്പം ഉണ്ടെങ്കിലാണ് ഉറങ്ങുള്ളൂ എന്നുള്ളൊരു ശീലം പഠിച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റണം. ഈ വീട്ടിലെല്ലാവരും സൈലൻസറിലാണ് സംസാരിക്കുന്നത്. എണീറ്റിക്കണോ? ഞാനും അമ്മയും കൂടെ ഇടയിലെ ഹോട്ടലിൽ പോയിട്ട് പഴംപൊരിയും ബീഫും വാങ്ങിക്കണം അല്ലേ? അപ്പോൾ ഏത് ശകടത്തിൽ പോകണം എന്നുള്ളതാണ് പ്രശ്നം. സ്കൂട്ടറിൽ പോകണ്ടെന്ന് വിഷ്ണു, സ്കൂട്ടറിൽ പോകണമെന്നമ്മ. കാറിൽ പോകണ്ടെന്നമ്മ, കാറിൽ പോകണമെന്ന് വിഷ്ണു. ഏത് വണ്ടിയാണെങ്കിലും ബാക്കിൽ ഞാൻ. അമ്മ ബേഴ്സ് എടുക്കാൻ വേണ്ടി പോയതാ. ഞാൻ ബേഴ്സ് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് വെക്കാൻ നമ്മുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂട്ടർ പോയാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങളൊന്ന് പഴംപൊരിയും ബീഫും വാങ്ങിയിട്ട് വരാം. ഓക്കെ. ഞങ്ങളുടെ എത്തിയ സമയം സൺസെറ്റിൻ്റെ സമയമായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഒന്ന് സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇടയിലെ ഹോട്ടൽ തപ്പിപ്പോയത്. കോഴിക്കോട് ബീച്ചിന് ഒരു പ്രത്യേക വൈബാണ്. ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് വർത്താനം പറഞ്ഞ് നല്ല പൊരിക്കടികളൊക്കെ കഴിച്ച് നല്ലൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ, എനിക്കറിയാം എല്ലാവരും വന്നിട്ടുണ്ടാവുന്നു, പക്ഷെ ആരെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല പോസിറ്റിവിറ്റി തോന്നുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. ഹോട്ടലിൻ്റെ പേരിനോട് ഇത്രയും നീതി പുലർത്തുന്ന ഹോട്ടലിൽ ഞാൻ കണ്ടിട്ടില്ല. ഇടയിലെ ഹോട്ടലിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇടയിലേ എത്തിയിട്ടോ. ഇത്രയും സത്യം നേരത്തെ പറഞ്ഞ പോലെ ഇടയിൽ കൂടെ പോയി ഇടയിലെത്തി. ഈ ഒരു ബോർഡൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എവിടേക്കോ കണ്ടു മറന്നൊരു ഓർമ്മ വന്നില്ലേ? അത്രയധികം റീൽസ് ഒക്കെ ഉണ്ട് ഇടയിലെ ഹോട്ടലിനെ പറ്റിയിട്ട്. ഇവിടെ നല്ല പൊരിക്കടികളും പിന്നെ അതേപോലെ ബീഫും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് കേറ്ററിംഗ് പരിപാടി ഉണ്ടോന്ന് അപ്പുറത്തേക്കല്ലേ. നമ്മൾ പഴംപൊരിയും ബീഫും ഉപ്പാവും വാങ്ങി. നമ്മുടെ അറൈവൽ ഓഫ് യുവാൻ പരിപാടിയുടെ സമയത്ത് വൈശാഖ് സാറ് ഇവിടെ സ്വിഗ്ഗിക്ക് പകരം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മാക്സിമം ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കഴിക്കാന്ന്. അപ്പോൾ അന്ന് വൈശാഖ് സാറ് ഗവേഷണം നടത്തി മണുണ്ട് വാങ്ങിച്ചു കൊടുന്ന ഉപ്മാവ് ആയതുകൊണ്ട് ഉപ്മാവ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല അമ്മ, ഇങ്ങനെ പഞ്ഞിക്കട്ട പോലത്തെ ഉപ്മാവ്. ഞാൻ ഉപ്മാവ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ ഉപ്മാവായിരുന്നു. ഇത് ശരിക്കും കാണിച്ചത് എത്ര ഇടയിലാന്ന് കേട്ടോ. അങ്ങോട്ട് വരുന്ന വഴി ഞാൻ പറഞ്ഞു ഇത്രയും പേരിനോട് ആത്മാർത്ഥ പുലർത്തിയിട്ടുള്ള വേറൊരു ഹോട്ടലിൽ ഞാൻ വന്നിട്ടില്ല. ഇടയിലെ ഹോട്ടൽ. നല്ലോണം പെട്ടെന്ന് ഇരുട്ടാവുന്നത്. നല്ല പെട്ടെന്ന് ഇരുട്ടാവണോ പോലെ 6:15. ഇവിടെ വീടിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ അമ്പലം ഉണ്ട് കേട്ടോ. ഞാൻ അത് പറഞ്ഞപ്പോ അവര് നിർത്തി. അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യ സമയത്ത് പാട്ടൊക്കെ ഇടുമല്ലോ, നല്ല രസമുണ്ടായിരുന്നു. അന്ന് ഇവിടെ ഇറങ്ങിയ ഉടനെ നല്ല വലിയ പഴംപൊരി ആയിരുന്നു കേട്ടോ. പിന്നെ ബീഫും ഓക്കെ ആയിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് വേണമെങ്കിൽ പറയാം.
അത്ര അങ്ങോട്ട് എൻ്റെ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നാല് ആറ് അങ്ങനെ നല്ലത്. 2, 2, 2 6 അതെ. വളാഞ്ചേരി അവിടെ നമ്മൾ റൂം ചെയ്തില്ലേ, അവിടെ ഫോട്ടോ ഫ്രെയിമിൻ്റെ അടുത്തേക്ക് നമ്മളൊരു കുറച്ച് ചട്ടികൾ വാങ്ങിക്കാൻ വന്നതാണ്. ഇന്ന് അവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ. അമ്മ അറിയാം മണി പ്ലാന്റ് പോലെ ഉളുപ്പില്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. എത്ര ചീത്ത പറഞ്ഞാലും എത്ര വെള്ളം കൊടുത്തില്ലേലും വളർന്നോളില്ല. വിഷ്ണു ചോദിക്കുന്നത് രസമുണ്ടല്ലോ അത്. ഇത് 6 എണ്ണം വയ്ക്കുമ്പോൾ രസമുണ്ടാവും. ഇതിൻ്റെ വലുതിൽ പോവില്ല അല്ലേ, മറ്റേത് കുറച്ചും കൂടെ വലുപ്പല്ലേ നമ്മളെടുത്ത്. ഈ ഒരു 6 ചട്ടി നമ്മളെടുത്തു. ഇവിടെ നിന്ന് നമുക്ക് മാറ്റി വെച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവിടെ ചെന്ന് അച്ഛൻ്റെ സഹായം. വലിപ്പമുള്ളതല്ലേ. അതെ അതെ. അമ്മ അറിയാം വിഷ്ണു ചോദിക്കും ഇത്ര ചെടിയുടെ ആവശ്യമുണ്ടോ. താഴെ കുറച്ചിങ്ങനെ വെള്ളം കിടക്കുന്നുണ്ട്, വഴിക്ക് വീണാലോ. തിരക്കേടില്ല കേട്ടോ. ഇല എന്നല്ല അമ്മ ഇതിൻ്റെ പേര്, ഇല. അത്യാവശ്യം നല്ല ചെടികളുണ്ട്. ഞാൻ പറയായിരുന്നു നമുക്ക് അവിടെ കാണുന്ന അതേ ടൈപ്പ് ചെടികൾ ഇഷ്ടം പോലെ ഇവിടെ. എനിക്ക് ഞാൻ വെതർ മാറുമ്പോഴേ ഇങ്ങനെ 2 സ്ഥലത്തും കൂടെ ഒരേപോലത്തെ ചെടി നിൽക്കണമെന്ന്. പക്ഷെ എല്ലാം ഒന്നെങ്കിൽ അവിടെ നന്നായിട്ട് അല്ലെങ്കിൽ ഇവിടെ നന്നായിട്ടുണ്ട്. 2 സ്ഥലത്തും നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ചെടി നമ്മളെടുത്തു. പിന്നെ റേറ്റ് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഇതിനു മുന്നേ ആദ്യമായിട്ടാണ് ചെടി വാങ്ങിക്കുന്നത്. അപ്പോൾ റീസണബിൾ ആണോ റേറ്റ് എന്നുള്ളത് അറിയില്ല. തിരക്കേടില്ല എന്നാണ് അമ്മയൊക്കെ പറയണത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ചെടി വാങ്ങി. അന്നൊരു ദിവസം വെല്ലച്ചൻ്റെ ഒപ്പം നമ്മൾ ചെടി വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു. പിന്നെ അത് വാങ്ങിക്കണേക്ക് അങ്ങോട്ട് എത്തിയില്ല, വേറെ കുറേ കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്ത് ചെയ്യാറ്, മൊത്തത്തിൽ മണ്ണ് മിക്സ് ആക്കുകയാണെങ്കിൽ ഏകദേശം എന്താ പറയുക, അപ്പോൾ 4 ചെടിക്കാണെങ്കിൽ ഏകദേശം ഇത് സാധനം മണ്ണ് മിക്സ് ചെയ്യുക. എന്നിട്ട് ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണോട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുകൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ ചെടിയൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് കുറച്ചേരം കൂടെ ബീച്ചിൻ്റെ അവിടെയൊക്കെ നടന്ന് നമ്മൾ മേലെ വീട്ടിൽ പോയി. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.